നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിലും അതിതീവ്രമഴയിലും സംഭവിച്ച കൃഷിനാശം മൂലം കർഷക സമൂഹം പ്രതിസന്ധി നേരിടുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കാനാവശ്യപ്പെട്ട് സർവശ്രീ കുറുക്കോളി മൊയ്തീൻ, സജീബ് ജോസഫ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം വലിയ ദുരന്തങ്ങൾ വിതയ്ക്കുന്ന കാലമാണിത്. ലോകമെമ്പാടും ഇതിൻ്റെ പ്രതിസന്ധികൾ വ്യാപിക്കുന്നതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന ഏതു മാറ്റവും ആദ്യം പ്രതിഫലിക്കുക കാർഷിക മേഖലയിലാണ്. കാരണം ലോകത്തെവിടെയും കൃഷി കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. സർ, ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്, അതിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയിൽ തന്നെ നിരവധി തവണ അവരുടെ സംസാര മധ്യേ കൊണ്ടുവന്നിട്ടുണ്ട്. ആഗോളതാപനം അവസാനിച്ചുവെന്നും ആഗോള തിളക്കൽ വന്നെത്തിയെന്നുമാണ് ശാസ്ത്ര സമൂഹവും UN-ൻ്റെ ഉയർന്ന നേതൃരംഗത്തുള്ളവരുമെല്ലാം പറയുന്നത്. അതീവ ഗൗരവതരമായ സാഹചര്യമാണ് ഈ പ്രതിഭാസങ്ങൾ ലോകത്തെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ഇതിൻ്റെ പിടിയിലാണെന്നത് നമ്മുടെ അനുഭവമാണ്. 2018 മഹാപ്രളയവും 19 പ്രകൃതി ദുരന്തങ്ങളും, ഓഖി, ടൗട്ടെ എന്നിവയെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ തീർക്കുന്ന ദുരിതങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. 2024 ഫെബ്രുവരി മുതൽ മെയ് വരെ ഉണ്ടായ കടുത്ത വരൾച്ച, ഉഷ്ണതരംഗം, തുടർന്നുണ്ടായ അതിതീവ്രമായ മഴ എന്നിവയെല്ലാം കാർഷിക മേഖലയിൽ വ്യാപകമായ നാശം വിതച്ചു. കൃഷിനാശം, ഉൽപ്പാദനത്തിലുള്ള കുറവ് എന്നിവയെല്ലാം സംഭവിക്കുമ്പോൾ ഇത് കർഷകൻ്റെ വരുമാനത്തിൽ തന്നെയാണ് പ്രതിഫലിക്കുന്നത്. വരൾച്ചാക്കെടുതികളും മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരുടെ യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്തു. ഇത് നേരിട്ട് പരിശോധിക്കുന്നതിനായി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, ബന്ധപ്പെട്ട കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റുമാർ, ബ്ലോക്ക് തല കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ കാർഷിക സർവകലാശാല പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിക്കുകയും ഈ സംഘം മുഴുവൻ ജില്ലയിലെയും വരൾച്ച ബാധിത കൃഷിയിടങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തന്നെ സന്ദർശിച്ച് കാർഷിക വിളകൾക്കുണ്ടായ നഷ്ടം തിട്ടപ്പെടുത്തുകയും ചെയ്തു. സമഗ്രമായ പഠന റിപ്പോർട്ടും ശുപാർശകളും സർക്കാരിൻ്റെ പരിഗണനയിലാണ്. വരൾച്ച മൂലമുണ്ടായ വ്യാപകമായ കൃഷിനാശം വിലയിരുത്തുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മാസം 3-ാം തീയതി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. SDMA ഫണ്ടിൽ നിന്ന് ആവശ്യമായ തുക അനുവദിക്കുന്നതിനും ഏലത്തിൻ്റെ റീപ്ലാന്റിനും മറ്റുമായി 10 കോടി രൂപ അടിയന്തര സഹായമായി ലഭ്യമാക്കുന്നതിന് NDRFൽ പ്രപ്പോസൽ നൽകുന്നതിനുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ്. റീപ്ലാന്റിനും ഇറിഗേഷൻ ആവശ്യത്തിനുമായെല്ലാം പണം അനുവദിക്കുന്നതിനുള്ള പ്രപ്പോസലും സ്പൈസസ് ബോർഡിൻ്റെ എല്ലാം മുമ്പാകെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കർഷകർ എടുത്തിരിക്കുന്ന ലോണുകൾക്കുള്ള പലിശയുടെ കാര്യത്തിൽ ഇളവ് വരുത്തുക. മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ പലിശയ്ക്കകത്ത് കുറവ് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മൊറട്ടോറിയവും പലിശയുടെ ഇളവുകളുമെല്ലാം വരുന്നതിനെക്കുറിച്ച് ഈ ബാങ്കുകളുമായെല്ലാം സംസാരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കുകളോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് വകുപ്പ് എന്നുള്ള കാര്യത്തിൽ. സർ, 46,587 ഹെക്ടർ കൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചതിലൂടെ കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് വരൾച്ചയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മെയ് മാസം അവസാനം മുതൽ സംസ്ഥാനത്തുണ്ടായ അതിതീവ്രമായ മഴയിലുണ്ടായ നഷ്ടം വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ 3,725 ഹെക്ടർ കൃഷിയുടെ നഷ്ടമുണ്ടാവുകയും 50,273 കർഷകരെ അത് ബാധിക്കുകയും ചെയ്തതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കർഷകരുടെ കൃഷിയുടെ നഷ്ടം പ്രാഥമിക വിവര കണക്ക് പ്രകാരം നെല്ലിൻ്റെ കാര്യത്തിൽ തന്നെ 155.9 കോടിയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. ഉൽപ്പാദനത്തിൽ കുറവും സംഭവിച്ചതായും കണക്ക് കൂട്ടിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള അടിയന്തര പരിഹാര പദ്ധതി മുഖേനയാണ് വിളനാശത്തിന് നഷ്ടപരിഹാരമായി സംസ്ഥാന വിഹിതവും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള വിഹിതവും നൽകുന്നത്. നെൽവിത്ത് സൗജന്യമായി നൽകുന്നതിനുള്ള ക്രമീകരണം കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി മുഖേന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 750 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. സംസ്ഥാന പദ്ധതിയായ നെൽകൃഷി വികസന പദ്ധതി, ജനകീയാസൂത്രണത്തിലൂടെ ത്രിതല പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ നെൽകൃഷി പദ്ധതികൾ എന്നിവയിലൂടെ കർഷകർക്ക് ഗുണമേന്മയുള്ള അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ, കുമ്മായ വസ്തുക്കൾ, ഉഴവുകൂലി എന്നിവയുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ സംസ്ഥാനത്ത് നെൽകൃഷിയുടെ വിസ്തീർണവും ഉൽപ്പാദനവും നിലനിർത്താൻ കൃഷി വകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സർ, ത്രിതല പഞ്ചായത്തുകൾ വകകൊള്ളിക്കുന്ന തുകയ്ക്ക് പുറമെ 95.1 കോടി രൂപയാണ് 24-25 സാമ്പത്തിക വർഷം നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പ് വകയിരുത്തിയിരിക്കുന്നത്. സമഗ്ര നെൽകൃഷി വികസന പദ്ധതിയിൽ
ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 269.41 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 45.79 കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാനത്ത് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിലൂടെയും 17.21 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നാളികേരവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 232 കേരഗ്രാമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ 54 കേരഗ്രാമങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയുമാണ്. 202.1 കോടി രൂപ ചെലവിൽ 33,486 ഹെക്ടറിൽ പദ്ധതിയുടെ ഭാഗമായി നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കാനായി. കേരഗ്രാമങ്ങൾ നടപ്പിലാക്കുന്ന ഇടങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനം കാണിക്കുന്നത് നമുക്ക് നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് 10,739 എന്നതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. കേരഗ്രാമങ്ങളിൽ കൂടി 54% വർധനവുണ്ടെന്നാണ് ഈ പഠനം വ്യക്തമാക്കുന്നത്. സാർ, ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കെല്ലാം കടക്കുകയല്ല. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കൃഷിക്കുണ്ടാകുന്ന നാശങ്ങളുടെ കാര്യത്തിനകത്ത് നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾക്കൊപ്പം തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ പരിഗണന നൽകേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ അനുഭവങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് എന്നുള്ളതിനെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അത് കർഷകരുടെ പ്രീമിയം കഴിഞ്ഞാൽ പിന്നീട് ബാക്കി സംസ്ഥാനവും കേന്ദ്രവുമെല്ലാം തുല്യമായ പണം വിനിയോഗിക്കുന്ന തരത്തിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. 27 ഇനങ്ങൾക്കായി ഇപ്പോൾ ആ പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും, നേരത്തെ എല്ലാ ജില്ലകളിലും ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമായിട്ടുണ്ട്, നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം മൂലം ഉൽപ്പാദനത്തിൽ കുറവ് വന്നാൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇതിനാവശ്യമായ വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് കാലാവസ്ഥയിലെ മാറ്റം നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലപ്രദമായി അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ വിവിധ തരത്തിലുള്ള പ്രീമിയങ്ങളാണ് അതെല്ലാം ഉള്ളത്. ഹെക്ടറിന് 1,200 മുതൽ 1,600 രൂപ പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 80,000 രൂപയോളം നെൽകൃഷിയുടെ കാര്യത്തിൽ തന്നെ കർഷകർക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്നുണ്ട്. കൃഷിക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറക്കുകയും കൃഷിനാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്ന കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നെല്ലറകളായ കുട്ടനാട്, പാലക്കാട്, തൃശ്ശൂർ, കോൾനിലങ്ങൾ തുടങ്ങിയവയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യവും ഈ ഗണത്തിൽ തന്നെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് അതിനാവശ്യമായ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് കർഷകരെ പരമാവധി സഹായിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് അറിയിക്കുന്നു. യെസ്, ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, കേരളത്തിൽ ഈയിടെയുണ്ടായ കടുത്ത വരൾച്ചയും അതിന് പിന്നാലെ തന്നെ വന്ന കനത്ത മഴയും ഇവ രണ്ടുമായി കേരളത്തിലെ കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം ചെറുതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കാൻ കഴിയുന്നതല്ല, സർക്കാർ കണക്കാക്കിയതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അതിപ്രധാനമായിട്ടുള്ള ഇതൊരു കർഷകരുടെ പ്രശ്നം മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ പൊതുവായൊരു വിഷയമാണ്. കേരളത്തിൻ്റെ പൊതുവായൊരു വിഷയം എന്ന പരിഗണനയിൽ സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണം എന്നാണ് ഈ പ്രമേയത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. സർ, കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രയാസങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഒരവസ്ഥ. കടുത്ത വരൾച്ച നമുക്കറിയാം 10 കൊല്ലത്തിനുള്ളിലായി വന്നത്. അതിനുശേഷം പ്രളയങ്ങളുടെ ഒരു കൂമ്പാരം. ഇവിടൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് കർഷകർക്കാണ്. എന്നാൽ കർഷകർക്ക് അതിന് തക്ക രീതിയിലുള്ള നഷ്ടപരിഹാരങ്ങളോ മറ്റു പരിഹാര സംവിധാനങ്ങളോ കേരളത്തിൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നേരിയ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തതുകൊണ്ട് കർഷകനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കഴിഞ്ഞ ചൂടിൽ തന്നെ കേരളത്തിലുണ്ടായ നഷ്ടം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് വരൾച്ചയിൽ 257.12 കോടി രൂപയുടെ നഷ്ടം. അതേപോലെ തന്നെ പരോക്ഷമായി 118.9 കോടി, അങ്ങനെ 375.81 കോടി എന്നാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. സർ, കരിഞ്ഞ നെല്ല്, അതേപോലെയുള്ള വിളകൾ, തെങ്ങും കഴുങ്ങും ഉണങ്ങിയതിൻ്റെ കണക്ക് നമുക്ക് എടുക്കാൻ കഴിയും. ഒരു തെങ്ങിൽ തന്നെ വാടി വീഴുന്ന കൊലകളുടെ എണ്ണം, പൂക്കൊല തന്നെ കരിഞ്ഞ് മച്ചങ്ങ തന്നെ വീഴുന്നതിൻ്റെ കണക്ക് ഏത് ഉദ്യോഗസ്ഥനാണ് സർ പോയി എടുത്തിട്ടുള്ളത്? അതുകൊണ്ട് ഈ നഷ്ടം ഇതിനേക്കാൾ അപ്പുറമാണ്. കർഷകന്റെ യഥാർത്ഥമായിട്ടുള്ള നഷ്ടങ്ങൾ മനസ്സിലാക്കാൻ പോലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനിടയിലേക്കാണ് മഴക്കെടുതി കൂടി കടന്നു വന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. മഴക്കെടുതി കാരണം കേരളത്തിൽ 160.044 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി. ഇവകൾ കൂടി കണക്ക് കൂട്ടുമ്പോൾ 485.85 കോടിയുടെ നഷ്ടം കേരളത്തിൻ്റെ കർഷകർക്ക് ഈയിടെ മാത്രം ഉണ്ടായി. ഇതാദ്യമായി സംഭവിച്ച ഒരു സംഗതിയല്ല, വർഷങ്ങളായി തുടരെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കർഷകനെ രക്ഷിക്കാൻ നമുക്ക് എന്ത് മാർഗമാണ് നമുക്കുള്ളത്? ഈ കണക്ക്, യഥാർത്ഥ കണക്ക് പോലും നമുക്ക് അംഗീകരിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതുപോലും നമുക്ക് കർഷകരെ സഹായിക്കുന്ന രീതിയിൽ കൊടുക്കാനോ അതും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കടുത്ത ചൂടിൽ ജലസേചന സ്രോതസ്സുകളൊക്കെ വറ്റുവരണ്ടു. കേരളത്തിലെ മിക്ക ഇനങ്ങളും കാർഷിക വിളകളും തകർച്ചയിൽ പ്രാപിച്ചു, ഉണങ്ങി, അല്ലെങ്കിൽ തളർന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉൽപാദനം ഇല്ലാത്ത സാഹചര്യത്തിൽ വെറുതെ കായ്കനികളില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് മരങ്ങൾ വന്നു. ഇതിനൊക്കെ നോക്കി കണക്കാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നെല്ലും വാഴയും പച്ചക്കറിയും കുരുമുളകും വെറ്റിലയും കാപ്പിയും കൊക്കോ തുടങ്ങിയ ഇനങ്ങൾ വലിയ നഷ്ടം മറ്റുള്ള ഇനങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതലുണ്ടായി. തെങ്ങും കഴുങ്ങും റബ്ബറിനുമൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി. റബ്ബറിന് തളർച്ച പറ്റി. റബ്ബറിൻ്റെ പാലിൻ്റെ അളവ് ചുരുങ്ങുകയാണ്. അതിനിടയ്ക്കാണ് മഴക്കെടുതി കൂടി വന്നപ്പോൾ ഉള്ള പാല് പോലും ഊറ്റിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി വന്നു. ഇങ്ങനെ ഓരോന്നും മോങ്ങുന്ന നായൻ്റെ തലയിൽ തേങ്ങ വീണു എന്നൊരു ചെല്ലുണ്ട്. അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടേ പോകുന്ന ഒരു വിഭാഗത്തിന് വീണ്ടും ദുരിതങ്ങൾ തന്നെ വന്ന് ആപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഇനങ്ങളാണ് ഏലവും കുരുമുളകും കാപ്പിയും എല്ലാം. എന്നിട്ട് പോലും സർക്കാർ കാര്യമാത്ര പ്രസക്തമായി അതിലേക്ക് ഇടപെടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ കൊടും ചൂടിൽ കന്നുകാലികളേറെ ചത്തുപോയി. താറാവും കോഴിയുമൊക്കെ ഇതേപോലെ ധാരാളം ഒടുങ്ങി. താറാവിന് വന്നിട്ടുള്ള ഈ രോഗം പോലും, ഉദായി വന്നത് പോലും ഈ കടുത്ത ചൂട് അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമായി എന്നാണ് പറയുന്നത്. താറാവിന് വന്ന, ഇപ്പം നമുക്കറിയാം, ആലപ്പുഴയിലുമൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മന്ത്രി അതിന് മറുപടി പറഞ്ഞതാണ് നേരത്തെ. എന്നാൽ അതിൻ്റെ ഈ രോഗത്തിൻ്റെ തീവ്രത കൂടാൻ കാരണം ഇതുകൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കർഷകരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ഒരുക്കേണ്ടത്. കേരളത്തിൽ കർഷകരെ സഹായിക്കുന്ന നമ്മുടെ പദ്ധതികൾ ഒക്കെ ഇങ്ങനെ ഒച്ചിൻ്റെ വേഗതയിലാണ് നീങ്ങുന്നത്. അത് കൃത്യമായി കൊടുക്കാൻ, കർഷകരെ സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, രോഗങ്ങൾ, വിലക്കമ്മി, ഉൽപാദനക്ഷമതയിൽ വന്ന തളർച്ച, കൃഷിഭൂമിയുടെ തന്നെ ചുരുങ്ങിയ അളവ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, സർക്കാരിൻ്റെ ശരിയായ ഇടപെടലില്ലാത്തത്, ഉണ്ടി എന്ന് പറയുന്ന സംഭരണം പോലും നിലച്ചുപോയത്, സംഭരിച്ചതിൻ്റെ തന്നെ വില നൽകാൻ കഴിയാത്തത്, വലിയ വാഗ്ദാനങ്ങൾ നിങ്ങൾ പ്രഖ്യാപിച്ച് കർഷകരെ പ്രലോഭിപ്പിച്ച് പിന്നെ വഞ്ചിക്കുന്ന അവസ്ഥ, ഇതെല്ലാം കൂടിയാകുമ്പോൾ കർഷകനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ്. ഇങ്ങനെ ചവിടിത്തേക്കണോ ഒരു വിഭാഗത്തെ? ഇത് തിരിച്ചറിയാൻ സർ ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായ പ്രമേയം. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. കഴിഞ്ഞ നെല്ല് സംഭരണം ഡിസംബറിൽ നമ്മൾ നടത്തി. അവസാനത്തെ സീസണിൽ നടത്തുന്ന നെല്ലിൻ്റെ വില ഇനിയും നൽകാൻ ബാക്കിയാണ്. അതിന് കേന്ദ്രം തരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ, കേരളത്തിൻ്റെ ബജറ്റിൽ നാം പ്രഖ്യാപിച്ച പണം എത്രയാണ് കർഷകർക്ക് കൊടുത്തത് എന്ന കണക്ക് നിങ്ങൾ പറയാൻ തയ്യാറാകണം. അതുകൂടി പോലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ സംഭരിച്ച നാളികേരത്തിന് കേന്ദ്ര വിഹിതമൊക്കെ കൊടുത്തു, എല്ലാം എടുത്തു. സംസ്ഥാന വിഹിതം കൊടുക്കാൻ ബാക്കി നിൽക്കുകയാണ്. കേന്ദ്രത്തെ കുറ്റം പറയുന്നവർ, കേന്ദ്രത്തിന്റെ പോരായികൾ അനവധിയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കർഷക വിരുദ്ധ സമീപനങ്ങളുമായിട്ടാണ് കേന്ദ്രവും നിങ്ങളെപ്പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും നിഷേധിക്കാൻ ഞങ്ങൾ ആളല്ല. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സെപ്റ്റംബറിൽ സംഭരിച്ച നാളികേരത്തിന്റെ കേരളത്തിന്റെ സംസ്ഥാന വിഹിതം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാളികേരത്തിന്റെ
സംഭരണം ഇവിടെ കഴിഞ്ഞ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതാ MLA-മാരും കൂടെ എഴുതി തന്നോളൂ, എവിടൊക്കെ വേണ്ടത് അവിടൊക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. സർ, ഞാൻ എൻ്റെ മണ്ഡലത്തിലെ കേന്ദ്രങ്ങൾ ഞാൻ പിറ്റേന്ന് തന്നെ എഴുതി കൊടുത്തു. 6 മാസം കഴിഞ്ഞു സാർ. നാളെ തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞതാണ്, ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. എന്നാൽ ഉള്ള കേന്ദ്രങ്ങളിലെ സംഭരണം പോലും ഇടയ്ക്ക് നിരക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവിടുത്തെ പണം കിട്ടാത്തതിന്റെ കണക്കാണ് ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഈ രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ കർഷകർക്ക് നൽകുന്ന നേരിയ സഹായങ്ങൾ നമുക്കറിയാം. SDRF, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഷുറൻസ്, സെൻട്രൽ ഇൻഷുറൻസ്, കേന്ദ്ര സഹായങ്ങൾ, ഇവയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ സ്ഥിതി? കൃത്യമായി നമ്മൾ കൊടുത്തു തീർത്തിട്ടുണ്ടോ? കേരളത്തിൽ ഇവളൊക്കെ ബാക്കി നിൽക്കുകയാണ്. ഇതിലൊക്കെ 30 കോടി നമുക്ക് കൊടുക്കേണ്ട 33.14 കോടി വിള ഇൻഷുറൻസ് നേരിയ തുക മാത്രമാണ് കൊടുത്തത് സാർ. കഴിഞ്ഞ വർഷത്തത് നേരിയ തുക 30 കോടി ബാക്കി നിൽക്കുകയാണ്. ഇതിലെല്ലാവരും അതേപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 2021 കനത്ത പ്രളയത്തിൽ നാശനഷ്ടങ്ങൾ വന്ന കർഷകർക്ക് ഇനിയും അതിന്റെ തുക, നഷ്ടപരിഹാര തുക കിട്ടാനുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് വസ്തുത. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നമ്മളിപ്പോൾ പുതിയ പുതിയ വിത്തിനങ്ങൾ കൊടുക്കുന്നുണ്ട്. കർഷകരെന്നുള്ളൊരു അഭിപ്രായം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ വിത്തിനങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നൊരു പക്ഷം കർഷകർക്കിടയിലുണ്ട്. പഴയ വിത്തുകൾ, ഒരു നാളികേരമാണെങ്കിൽ 8 കൊല്ലം കഴിയണം അതിൽ കായ്ഫലം കിട്ടാൻ. എന്നാൽ അത് വളരെ കാലം, ദീർഘകാലം ആ തെങ്ങ് നിൽക്കും, കായ്ഫലങ്ങൾ തരും. 3 കൊല്ലം കൊണ്ട് വിളയുന്ന തെങ്ങുകളുണ്ട്. എന്നാൽ അത് ഈ നാശനഷ്ടങ്ങളിൽ ആദ്യം തകരുന്നു എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. ഈ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് ഈ അടുത്ത് കൊടുത്ത നെൽവിത്ത് 14 ദിവസം കഴിഞ്ഞിട്ടും മുളച്ചില്ല എന്ന വസ്തുത പത്രങ്ങളിൽ കഴിഞ്ഞ ആഴ്ച മാധ്യമമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വിത്തിനങ്ങൾ പോലും ഫലപ്രദമല്ല എന്ന സാഹചര്യം വരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് കർഷകരുടെ എല്ലാ നിലക്കും നമ്മൾ സഹായമായി കൊടുക്കുന്ന പോലും അവർക്ക് ദുരിതമായി മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഈ നാശനഷ്ടങ്ങളെ നമ്മൾ കാണേണ്ടത്. അതിനുള്ള അക്ഷരാർത്ഥത്തിൽ എന്ത് പരിഹാരം എന്ന് നാം കണ്ടുകൊണ്ടാണ് ഇതിന് വേണ്ട മാർഗങ്ങൾ ഉണ്ടാക്കേണ്ടത്. കർഷകർക്ക് സഹായം നിങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ കബളിപ്പിക്കരുത്. അത് കൃത്യമായി കൊടുക്കാൻ കഴിയണം. വിള ഇൻഷുറൻസ് കേരളത്തിൽ ആരംഭിച്ചത് 1995 UDF-ന്റെ ഗവൺമെന്റുകളുടെ കാലത്താണ്. പിന്നീട് 2017 നേരിയ വർധനവ് ഉണ്ടാക്കി. നേരിയ വർധനവ് പിണറായിയുടെ ആദ്യത്തെ ഗവൺമെന്റാണ് നേരിയ വർധനവ് ഉണ്ടാക്കി, ഞാൻ അംഗീകരിക്കും. എന്നാൽ 2017 ഒരു കർഷക തൊഴിലാളിയുടെ കൂലി 600 രൂപയായിരുന്നു. സർ, 600 രൂപ. ആ 600 രൂപ ഇന്ന് 900 രൂപയായി മാറിയിരിക്കുന്നു. കർഷകനുണ്ടാക്കുന്ന, കൃഷി ചെയ്യാനുണ്ടാക്കുന്ന ചെലവ്, ഉൽപാദന ചെലവ്, അത് തിരിഞ്ഞു നോക്കാത്ത ഗവൺമെന്റാണിത്. ഇവിടെ കാര്യങ്ങൾ പറയുമ്പോ നാളികേരം ഏറ്റവും കൂടുതൽ വിലക്ക് ഞങ്ങളാ വാങ്ങുന്നത് എന്ന് പറയും. നെല്ല് വലിയ വിലക്കാ കൊടുക്കുന്നത് എന്ന് പറയും. ഈ നെല്ലിന്റെ വിലയും ഈ നാളികേരത്തിന് കൊടുക്കുന്ന വിലയും എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിഭിന്നമായി കേരളത്തിലെ കർഷകരുടെ അളവും ഒന്ന് കണക്ക് കൂട്ടാൻ അത്യാവശ്യം കണക്കൊക്കെ അറിയുന്ന മന്ത്രിമാരുണ്ടല്ലോ അവിടെ, ഒന്ന് കണക്ക് കൂട്ടി നോക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. കർഷകരെ ചവിട്ടിത്തേക്കുന്ന ഈ നയത്തിനെതിരായി ഈ പ്രമേയം അംഗീകരിക്കാൻ ചർച്ചക്കെടുക്കാൻ തയ്യാറാകണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും പ്രശ്നത്തെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു. മിനിസ്റ്റർ പറയട്ടെ. കാർഷിക മേഖലയിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വളരെ വലുതാണ്. അതിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുന്ന പ്രത്യക്ഷ അനുഭവമാണ് ഈ വർഷം നേരിട്ട ഉഷ്ണതരംഗവും അതിതീവ്ര മഴയും. ഇത്തരം സാഹചര്യത്തെ നമുക്ക് നേരിടാനുള്ള പ്രത്യേകമായ രീതിയിൽ കാർഷിക മേഖല അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
ഉൽപാദന നഷ്ടം നികത്തുന്നതിനായി കർഷകന് സഹായം നൽകുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ സമർത്ഥമായി നേരിടാൻ കഴിയുന്ന കാർഷിക മുറകൾ, ഉൽപാദനോപാധികൾ എന്നിവ വികസിപ്പിക്കുന്നതിന് ഈ സർക്കാർ പ്രാമുഖ്യം നൽകുന്നുണ്ട്. സർ, 2024 ജനുവരി 1 മുതൽ ഫെബ്രുവരി 29 വരെ 2 മാസം ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുണ്ട് 183% അധിക മഴയാണ് കേരളത്തിലുണ്ടായത്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ കാർഷിക മേഖലയിലേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗവൺമെൻറ് ഇതിനെ ഗൗരവതരമായി കാണുന്നത് വെറുതെ ഭംഗിവാക്ക് പറഞ്ഞു പോയതല്ല. ഇതിനു വേണ്ടിയിട്ടാണ് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഈ വർഷം മുതൽ നടപ്പിലാക്കുന്ന കേരള കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി എന്ന കാര്യം നാം മറക്കരുത്. കേര എന്ന പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി, കാർഷിക മേഖലയ്ക്ക് കാലാവസ്ഥയുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗമായി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. വേൾഡ് ബാങ്കുമായി നിരന്തരമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് നിലവിലെ വിനിമയ നിരക്ക് നോക്കിയാൽ 2375 കോടി രൂപയുടെ പദ്ധതി ഈ വർഷം മുതൽ നടപ്പിലാക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അംഗം ഒന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ഈ പദ്ധതി തെങ്ങ്, നെല്ല് എന്നീ വിളകളുടെ വികസനത്തോടൊപ്പം തോട്ടവിളകളായ റബ്ബർ, കാപ്പി, ഏലം എന്നിവയെയും ലക്ഷ്യമിടുന്നു. ഇപ്പം കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്നും ഈ ഗവൺമെൻറ് ഗൗനിക്കുന്നതേ ഇല്ല, പരിഗണിക്കുന്നതേ ഇല്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഇതിനു വേണ്ടിയിട്ടൊരു ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ളിടത്തിൽ സംസാരിക്കാമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മറന്നുകൊണ്ട് ഉള്ള വർത്തമാനങ്ങളിലേക്ക് പോകുന്നത് നല്ലതല്ല എന്നേ പറയാനുള്ളൂ. സർ, ഹെക്ടറിന് 25,670 രൂപ ആനുകൂല്യം നൽകിയാണ് തെങ്ങ് കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വർഷം മുതൽ നമ്മൾ നടപ്പിലാക്കുകയാണ്. നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ്, കേന്ദ്ര ഗവൺമെൻറ് അനുവാദം എല്ലാം ലഭ്യമായതാണ് ഈ പണം എടുക്കുന്നതിന്. സംസ്ഥാന ബജറ്റിനകത്ത് ഇക്കൊല്ലം തന്നെ ഇതിനാവശ്യമായ തുക അല്പം നീക്കിവെക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയിൽ കാർഷിക മേഖലയിൽ കാലാവസ്ഥയുമായി ഉണ്ടാകുന്ന ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഗണിക്കുന്നതേ ഇല്ല എന്ന് അങ്ങ് അത്രയും ഒച്ചയെടുത്ത് പറയുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ള വിഷമം കൂടി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഇത് തെങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞതാണ്. ഹെക്ടറിന് 75,000 രൂപയും കർഷകർക്ക് കുറഞ്ഞ പലിശയിൽ വായ്പ ലഭ്യമാക്കുവാൻ പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സപ്പോർട്ട് സ്കീമും ഈ പദ്ധതിയുടെ ഭാഗമായുണ്ട്. കാപ്പി കൃഷിയുടെ പുനർനടിയലിനായി ഹെക്ടറിന് 80,000 രൂപയും ഏലം കർഷകർക്ക് ഹെക്ടറിന് 1,00,000 രൂപ ധനസഹായവും ആ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കുകയാണ്. സർ, ഈ വർഷം ഉഷ്ണതരംഗവും അതിതീവ്ര മഴയും മൂലം കർഷകർക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് സത്വരമായ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത്. സർ, സംസ്ഥാനത്ത് വനാതിർത്തിയോട് ചേർന്ന് പട്ടയമില്ലാത്ത ഭൂമിയിൽ ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ, ജാതി മുതലായ ദീർഘകാല വിളകൾ കൃഷി ചെയ്തു വരുന്ന കുടിയേറ്റ കർഷകർക്ക് കടുത്ത വരൾച്ചയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. എന്നാൽ പട്ടയമില്ലാത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു. അത്തരം കർഷകരെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം ഞാനും ശ്രീ റോഷി അഗസ്റ്റിനും കൂടി ഏലം മേഖലയിൽ കൃഷിക്കാർക്കുണ്ടായ നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് പോകുമ്പോൾ കർഷകർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കൃഷിക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഈ ആവശ്യത്തെ അടിയന്തരമായി പരിഹരിക്കുന്നതിന് പട്ടയമില്ലാത്ത ഭൂമിയിൽ തർക്കങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ദീർഘകാല വിളകൾക്ക് നിബന്ധനകൾ പ്രകാരം പ്രകൃതിക്ഷോഭം കാരണമുള്ള കൃഷിനാശത്തിലുള്ള നഷ്ടപരിഹാരത്തിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജൂലൈ മാസം 4-ാം തീയതി ഉത്തരവായി എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. നമ്മുടെ ദീർഘകാലമായി നമ്മുടെ മുമ്പിലുണ്ടായ പ്രശ്നമാണ് ഈ പ്രശ്നം. ഈ വരൾച്ച, ഈ കാലാവസ്ഥ പ്രശ്നം കൊണ്ട് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ആ മേഖലയിലെ കർഷകർക്ക് ഒരു വലിയ സഹായകമായി തീർന്ന ഒരു കാര്യമാണ്. സംസ്ഥാനത്തുണ്ടായ കടുത്ത ഉഷ്ണതരംഗവും വരൾച്ചയും കണക്കിലെടുത്ത് മേൽവിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ കഴിയും വിധം എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ജൂലൈ 31 വരെ ദീർഘിപ്പിച്ച് നൽകുകയും ചെയ്തു. കൃഷിനാശം സംഭവിച്ച എല്ലാ കർഷകർക്കും കൃഷിനാശം വിലയിരുത്തി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള സഹായം, ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവയും സമയബന്ധിതമായി നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി ജൂൺ 30 വരെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകമായ അനുമതി നൽകിയിട്ടുണ്ട്. പ്രത്യേകമായ സഹായം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ബജറ്റിന് വേണ്ടി കണക്ക് കൂട്ടുന്ന അവസരത്തിൽ എത്രമാത്രം ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ മുൻകാലങ്ങളിലെ കണക്കെല്ലാം വെച്ചിട്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടി നീക്കിവെക്കാൻ കൂടുതൽ തുക നമുക്ക് ആവശ്യമായി വരികയാണ്. വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം പ്രത്യേകമായി നമുക്ക് ലഭ്യമായേ മതിയാവുകയുള്ളൂ. അതിന് പ്രത്യേക സഹായം ലഭ്യമാകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർ, പ്രകൃതിക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 109.12 കോടി രൂപ
വിളനാശത്തിന് നഷ്ടപരിഹാരമായി കർഷകർക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ കുടിശ്ശികയുണ്ട്, 51 കോടിയോളം രൂപ കുടിശ്ശിക നൽകാനുണ്ട്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കണക്കുകളാണ്. അതിൽ 6.32 കോടി രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി തുക ലഭ്യമാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ധനകാര്യ വകുപ്പുമായി ചേർന്ന് അതിനാവശ്യമായ നടപടി കൈക്കൊള്ളുന്നതാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇത് ഏതാണ്ട് ഇടതുപക്ഷം കാർഷിക മേഖലയെ ഗൗരവത്തിൽ കാണുന്നില്ല, അങ്ങ് പറയുമ്പോൾ ഇതെല്ലാം തകർത്തിരിക്കുന്നു, ഇതാ ഒന്നും കൊടുക്കുന്നതേ ഇല്ല. ഇതൊക്കെ നമുക്ക് വെറുതെ ഈ ഫ്ലോറിൽ രാഷ്ട്രീയമായ ഒരു ഇമ്പത്തിന് വേണ്ടി പറഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ ഒരു യാഥാർത്ഥ്യം അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ഗവൺമെൻറ് ഒന്നാമത്തെ പിണറായി സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ ആദ്യം തന്നെ കൊടുക്കേണ്ടി വന്നത് ഈ കൂട്ടത്തിൽ വരുന്ന 53.23 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ അതിനു മുമ്പുണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ കുടിശ്ശികയാണ്. ഇപ്പം ഈ കുടിശ്ശിക കൊടുത്തു തീർത്ത് അതിനുശേഷം വന്ന ഗവൺമെൻറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ കുടിശ്ശികയിരിക്കുന്നു. ഞാൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കർഷകർക്ക് കൊടുക്കണം. കർഷകരുടെ കാര്യത്തിൽ ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കർഷകർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വർധന ഉണ്ടാവുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ പ്രതിസന്ധി എല്ലാം ഉള്ളപ്പോൾ കാർഷിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സഹായങ്ങളും സംരക്ഷണങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് മാത്രമേ കർഷകനോടൊപ്പം നിൽക്കാൻ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് ഒരഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ ഇതാ ഒരു രാഷ്ട്രീയമായി ഇങ്ങനെ ചെയ്യുന്നു എന്നൊരിടത്തിൽ പറഞ്ഞ് നിൽക്കാതെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇടപെടുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ഒരു മേഖലയുടെ കാര്യത്തിൽ കേവലമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ രീതികൾ കൊണ്ട് വന്ന് കലർത്തരുതെന്നാണ് വിനയപൂർവ്വം പറയാനുള്ളത്. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 116 കോടി രൂപയാണ് വിള ഇൻഷുറൻസിൻ്റെ ഭാഗമായി കർഷകർക്ക് നൽകിയത്. അതിനകത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നു 30 കോടിയോളം രൂപ കുടിശ്ശിക. അതിനകത്ത് ഇപ്പം 22.8 കോടി രൂപ അതിനകത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി തുക വിതരണം ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 29.9 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചു. ആ ഇനത്തിൽ നമുക്ക് കർഷകർക്ക് വിതരണം ചെയ്യാനുണ്ടായിരുന്നതിനകത്ത് ഇനി ഒരു 145 കോടിയോളം രൂപ നമുക്ക് വിതരണം ചെയ്യാനുണ്ട്. അതും നേരത്തെ പറഞ്ഞു. ഇതൊക്കെ ഈ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എൻ്റെ പൊന്നു കുറുക്കോളി മൊയ്തീൻ, അങ്ങ് മനസ്സിലാക്കുക. നെല്ല് സംഭരിച്ച വകയിൽ നേരത്തെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു 1000 കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അത് എന്തുകൊണ്ട് നമ്മളത് മിണ്ടാതിരിക്കുന്നു? ഈ പൈസ ഈ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി നമ്മൾ നിൽക്കുമ്പോൾ കേന്ദ്രം നൽകാനുള്ള പണം നമുക്ക് ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പോഴത്തെ മാത്രം പ്രശ്നമാണോ? എൻ്റെ കയ്യിൽ ശ്രീ അനൂപ് ജേക്കബ്, അദ്ദേഹം സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന അവസരത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നൽകിയ മറുപടി, അന്ന് വിജയദാസ് എന്ന പാലക്കാട്ടെ CPIM MLA ഈ സഭയിൽ ഉന്നയിച്ച വിഷയങ്ങൾ, അതിനെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ആദ്യത്തെ ഒരു സംഭവമായിട്ട് കുടിശ്ശിക, ആ കുടിശ്ശികയ്ക്കകത്ത് പരമാവധി വേഗത്തിൽ കൊടുത്തു തീർക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നതെല്ലാം. ഈ രണ്ടോടെ ഞാൻ എൻ്റെ താരതമ്യത്തിന് പോകത്തില്ല. നേരത്തെ പറഞ്ഞ വർഷത്താണ് ഞാൻ നിൽക്കുന്നത്. വളരെ വേഗത്തിൽ കർഷകർക്ക് പണം കിട്ടേണ്ടതുണ്ട്. അപ്പുറത്ത് അങ്ങനെയായിരുന്നു, ഇപ്പുറത്ത് ഞാൻ എന്ന് പറയാനില്ല. വളരെ വേഗത്തിൽ കർഷകർക്ക് പണം ലഭിക്കും. പക്ഷേ എന്നാൽ ഇതെല്ലാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കുഴപ്പം കൊണ്ട് മാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് ശരിയായ കാര്യമല്ല. കേന്ദ്രം നൽകേണ്ടുന്ന പണം നൽകാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ മനഃപൂർവ്വം മറക്കുകയും ഈ കാര്യം മാത്രം ഇവിടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുകയാണ്. സർ, നമുക്ക് കർഷകർക്ക് ലഭിക്കാനുള്ള ഈ പൈസ അടിയന്തരമായി ആരംഭത്തിൽ ഞാൻ വളരെ കുറച്ച് സമയം ആരംഭത്തിൽ ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതാണ്. സാർ, നാളികേര സംഭരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു. നാളികേര സംഭരണത്തിൻ്റെ കാര്യത്തിൽ എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം അനുവദിക്കുക ഞാൻ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അംഗം അദ്ദേഹം നൽകിയ കത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞതിനെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. ഇന്ന് തന്നെ അക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. എവിടെയാണ് അക്കാര്യത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, അതിൽ പ്രത്യേകമായൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഭാഗത്ത് അത്തരം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നതായിരിക്കും. സാർ, പച്ചത്തേങ്ങ സംഭരണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ മുൻകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ആക്ഷേപങ്ങൾ കിടവരാത്ത തരത്തിൽ പഴുതുകൾ അടച്ചുള്ള നാളികേര സംഭരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ആ പരിപാടി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും കൊപ്ര സംഭരണം എന്നൊരു വാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടു ചേർക്കും. കൊപ്ര സംഭരണം നമ്മുടെ കേരളത്തിൽ കർഷകർ കൊപ്ര ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ അതിന് പകരം ഇത് പച്ചത്തേങ്ങ സംഭരണത്തിൽ കൊപ്രയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നതെല്ലാം. ചിലപ്പോൾ വാർത്തയെല്ലാം വരും കൊപ്ര സംഭരണം വളരെ പുറകിൽ. എവിടെയും കൊപ്ര ആരും അങ്ങനെ ആ തരത്തിൽ ഉണ്ടാക്കുന്നതേ ഇല്ല. നമുക്ക് പച്ചത്തേങ്ങ സംഭരിച്ചാണ് നമ്മളിതിന് ആ ലെവലിലേക്ക് അതിനെ കൊണ്ടുവരുന്നത്. നമ്മൾ തന്നെ വലിയ ഇടപെടൽ നടത്തിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ പച്ചത്തേങ്ങ സംഭരണത്തെ അതിലേക്ക് മാറ്റിക്കൊണ്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കണക്ക് കൂട്ടി നമുക്ക് ആനുകൂല്യം നൽകണമെന്ന് പറഞ്ഞത്. അവിടെയും നമുക്ക് എന്ത് പ്രതിസന്ധിയാണ് കേന്ദ്രം സൃഷ്ടിച്ചത്?
കേരഫെഡിനെ കൊണ്ട് എടുപ്പിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ ആരെല്ലാം സംഭരിക്കാൻ കഴിയുമോ സംഭരിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ ഏതെല്ലാം സംവിധാനങ്ങളിലൂടെ ആയാലും കർഷകന്റെ തേങ്ങ പച്ചത്തേങ്ങ സംഭരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാർ, 438 കേരഗ്രാമങ്ങൾ ഇന്ന് ഈ കേരളത്തിലുണ്ട്. കേരഗ്രാമങ്ങളിലൂടെ കേരളത്തിലെ കർഷകർക്ക് ലഭ്യമായ സാമ്പത്തിക സഹായവും കർഷകർ ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കൃഷിയിൽ താല്പര്യം കാട്ടുകയും ചെയ്തപ്പോൾ ഉൽപ്പാദനക്ഷമതയിൽ വർധനവുണ്ടായത് നമ്മുടെ മുമ്പിലുള്ള കണക്കുകൾ തന്നെയാണ്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. 34 രൂപ കർഷകർ നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. പച്ചത്തേങ്ങ സംഭരണത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടൽ മൂലമാണ് പച്ചത്തേങ്ങയുടെ വില ഉയരുന്നതിനുള്ള കാരണമായി തീരുന്നത്. മറ്റ് നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. കൃഷിക്കാർക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യത്തിൻ്റെ കാര്യങ്ങൾ അതെല്ലാം സമയബന്ധിതമായി അത് കൊടുക്കുന്നതിനുള്ള മറ്റ് നടപടികളിലേക്കെല്ലാം സർക്കാർ നീങ്ങുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കർഷകരെ ഗൗരവത്തിലെടുക്കാതെയോ കർഷകരെ പരിഗണിക്കാതെയോ ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നതേ ഇല്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെറുത വാക്കുകളിൽ ഞാനൊന്ന് സൂചിപ്പിച്ചേക്കാം. നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. പ്രാഥമികമായ കണക്കാണ് എപ്പോഴും നമ്മൾ പ്രാഥമിക വിവര കണക്കെന്ന് തന്നെയാണ് അതിൽ പറയുന്നത് തന്നെ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടികളിലേക്ക് നീങ്ങുന്നത്. ആക്ച്വൽസ് ഇനി ആവാൻ പോകുന്നതേ ഉള്ളൂ. നഷ്ടത്തിൻ്റെ മൊത്തം തിട്ടപ്പെടുത്തുന്ന അവസരത്തിൽ യഥാർത്ഥ നഷ്ടത്തിനനുസരിച്ച് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും കർഷകർക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം, പുതിയ ഇനം വിത്തിനങ്ങളെല്ലാം ഒന്നും മുളയ്ക്കുന്നില്ല എന്നെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി. അത് നമ്മുടെ സർവകലാശാല അടക്കം വികസിപ്പിച്ചെടുക്കുന്ന വിത്തിനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം. ആ കാര്യത്തെ പക്ഷേ അദ്ദേഹം പറഞ്ഞു നെല്ലിൻ്റെ കാര്യത്തിലൊരു കാര്യം പറഞ്ഞു, നെൽവിത്ത് മുളയ്ക്കുന്നില്ല എന്നുള്ളതെല്ലാം. ഈ നെൽവിത്ത് സർക്കാർ എവിടെ നിന്നില്ല, നമ്മുടെ കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിച്ച് ഗുണമേന്മ ഉറപ്പാക്കി നൽകുന്നതാണ്. അവ എവിടെയാണോ അതിൽ പ്രത്യേകമായി ഈ ഗവൺമെൻറ് തന്നെ നോക്കി പ്രത്യേകം ടാഗ് ചെയ്യുന്നതിന് എവിടെ നിന്നെല്ലാം ആണെന്നുള്ളതെല്ലാം ഒരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. നേരത്തെ പുറമേ നിന്ന് നെൽവിത്ത് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു, അത് നമ്മൾ അവസാനിപ്പിച്ചു. ഇപ്പോഴും എന്തെങ്കിലും മറ്റു തരത്തിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ കർഷകരിൽ നിന്ന് നെൽവിത്ത് സംഭരിച്ച് കേരളത്തിലെ കൃഷിക്ക് ഉപയോഗിക്കുക എന്ന തരത്തിലാണ് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി തന്നെ രൂപം കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗത്തുണ്ടാക്കി എവിടെയെങ്കിലും അത്തരം ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ഇടപെടുന്നതായിരിക്കും. വരൾച്ച മൂലം അല്ലെങ്കിൽ അതിതീവ്ര മഴ മൂലം കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഗൗരവതരമായ ഇടപെടലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി മുൻകൈയെടുത്ത യോഗങ്ങൾ വിളിച്ച് SDRF-ൽ നിന്ന് നമ്മുടെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നൊക്കെ പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായി പോയത്, ബാങ്കുകളുമായിട്ട് നടത്തുന്ന സംസാരത്തെക്കുറിച്ച് കൃഷിവകുപ്പ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് SLBC മുമ്പാകെ ഇക്കാര്യം അവതരിപ്പിച്ചത്, കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം സംസ്ഥാനം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ടും സഹായിക്കാൻ കഴിയുന്ന നടപടികളിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ സഹായം അത്യന്താപേക്ഷിതമാണ്. കാർഷിക മേഖലയെ അതീവ ഗൗരവത്തോടെ കാണുകയും വേണം. അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ വളരെ സതുദ്ദേശത്തോടു കൂടിയും അതീവ താല്പര്യത്തോടു കൂടി തന്നെയാണ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. യഥാർത്ഥത്തിൽ പലപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിമാരും അംഗങ്ങളും അടിയന്തര പ്രമേയത്തിൻ്റെ ഉപക്ഷേപത്തിൻ്റെ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. യഥാർത്ഥ പ്രയോഗം ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കണമെന്നാണ്. ഭാവിയിലെങ്കിലും അത് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായ അതിശക്തമായ ഉഷ്ണതരംഗത്തിലും പിന്നീടുണ്ടായ അതിതീവ്രമായ മഴയുടെയും ഭാഗമായി സംസ്ഥാനത്തുണ്ടായ വ്യാപകമായ കൃഷിനാശത്തെക്കുറിച്ചും അത് കർഷകരുടെ ജീവിതത്തിലുണ്ടാക്കിയ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും അവൻ്റെ നിരാശയെയും എല്ലാമാണ് ഒരു കർഷകൻ കൂടിയായ ബഹുമാനപ്പെട്ട അംഗം ശ്രീ കുറുക്കോളി മൊയ്തീൻ ഇന്ന് ഈ സഭയുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി അവതരിപ്പിച്ചത്. സർ, അദ്ദേഹം ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല. ഒരു രാഷ്ട്രീയം. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഗവൺമെൻറ്റിലിരിക്കുന്നവരാണ്, നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന ആളുകളാണ്. നിങ്ങളെ സ്ക്രൂട്ടിനി ചെയ്യും, നിങ്ങളുടെ നടപടികളെ ഞങ്ങൾ പരിശോധിക്കും. അതാണ് ഞങ്ങളുടെ ജോലി. അത് ചിലപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, ചിലപ്പോൾ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കും. അദ്ദേഹം രാഷ്ട്രീയമായ ഒരു വാചകം പോലും ഉപയോഗിച്ചില്ല. എന്നിട്ട് അങ്ങനെ ഒരു പ്രതികരണം ബഹുമാനപ്പെട്ട അംഗത്തോട് നടത്തിയത് ദൗർഭാഗ്യകരമായി പോയി എന്ന് ഞാൻ മാത്രം പറയുന്നു. സർ, നമുക്കറിയാം, ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്ത് 1.5 വർഷം മുമ്പ് ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 195 രാജ്യങ്ങളുടെ
ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ട്, അതിന്മേൽ നാസ നടത്തിയ പരിശോധന, ആ റിപ്പോർട്ട് PC വിശ്വനാഥ് നിയമസഭയിൽ കൊണ്ടുവന്നു. സാർ, ഞങ്ങളോട് അന്ന് പറഞ്ഞു യൂറോപ്പിലെ പോലും ഒരു ലെജിസ്ലേച്ചറിലും ഇന്ത്യയിലെ ഒരു ലെജിസ്ലേച്ചറിലും ആരും കൊണ്ടുവന്നില്ല. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം കൊണ്ടുവരാനുണ്ടായ കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം അറേബ്യൻ കടലിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ, ഇതുവരെ കാണാത്ത ഗൗരവതരമായ മാറ്റങ്ങൾ, അതുവരെ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സൈക്ലോണും അതിതീവ്ര മഴയും ബംഗാളിലും ഒറീസയിലും ആന്ധ്രയിലുമെല്ലാം 3-4 ദശാബ്ദങ്ങളായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതാ അറേബ്യൻ സീയിൽ വരാൻ പോകുന്നു. അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലാണ് എന്നീ സഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്തവരാണ് ഞങ്ങളെന്ന് ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. സാർ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപകടകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പോളിസി ചേഞ്ച്, നയപരമായ മാറ്റം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ, നമ്മുടെ നിർമ്മാണ കാര്യങ്ങളിൽ, നമ്മുടെ വികസന സമീപനങ്ങളിൽ എല്ലാം അടിസ്ഥാനപരമായ മാറ്റം ഇനി ക്ലൈമറ്റ് ചേഞ്ചിനെ അടിസ്ഥാനമാക്കി വേണം ചെയ്യാൻ. സാർ, അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഉണ്ടായത്. മാർച്ച്, ഏപ്രിൽ, മെയ് തുടങ്ങിയ 3 മാസങ്ങളിൽ അതികഠിനമായ ചൂടായിരുന്നു. ഞാനിവിടെ ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞു, ഇന്ന് കൃഷി മന്ത്രിയും പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. സാർ, മെയ് ലാസ്റ്റ് വീക്ക് മുതൽ ജൂൺ വരെ അതിതീവ്ര മഴയുണ്ടായി. ഏത് സമയത്തും ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവാം, ഏത് പ്രത്യേക സ്ഥലത്തും വലിയ മഴ, അതിതീവ്രമായ മഴയുണ്ടാകാം, സൈക്ലോൺ ഉണ്ടാകാം. അങ്ങനെ ഒരു അപകടകരമായ നിലയിലാണ് കേരളം നിൽക്കുന്നത്. സാർ, ഇതുണ്ടാക്കിയ കൃഷിനാശം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കണക്ക് തന്നെ, പ്രാഥമിക കണക്ക് തന്നെ 500-600 കോടി രൂപയോളം വരും പ്രാഥമികമായ കൃഷിനാശം. ഞങ്ങൾ പറയുന്നത് അത് 1000 കോടിയോളം രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ, കൂനിന്മേൽ കുരുവെന്നതുപോലെയാണ്. നേരത്തെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലുണ്ട്. ഉൽപാദനത്തിലുള്ള തകർച്ച, അല്ലേ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നത്, അതുപോലെ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, കീടനാശിനിയുടെ വിലവർധനവ്, വളത്തിൻ്റെ ഭീമമായ വിലവർധനവ്, കാർഷിക ചെലവുകൾ വർദ്ധിച്ചത്, അതുകൊണ്ട് തന്നെ പിന്നെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഗുരുതരമായ സ്ഥിതിവിശേഷം കാർഷിക മേഖലയിൽ നിൽക്കുമ്പോൾ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രയാസത്തോടുകൂടി കർഷകൻ നിൽക്കുന്ന സമയത്താണ് ഈ പ്രകൃതിയുടെ കളിയാട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 1000 കോടി രൂപയുടെ കൃഷിനാശമാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. സർ, ഇതുമൂലം വിളനാശമുണ്ടായി, അതുപോലെ വിളകളുടെ വളർച്ചാ മുരടിപ്പുണ്ടായി. സർ, ഉൽപാദനത്തിൽ വലിയ തോതിലുള്ള ഇടിവുണ്ടായി, ഉൽപാദനക്ഷമതയിൽ ഇടിവുണ്ടായി. ദീർഘകാലത്തേക്കുള്ള എന്താ പ്രശ്നം, ഞാൻ എന്ത് പറഞ്ഞു പ്ലീസ്, ദീർഘകാലത്തേക്ക് ദൂഷ്യഫലങ്ങൾ, കാരണം മണ്ണിൻ്റെ ഘടനയിലുണ്ടാകുന്ന ആ മാറ്റങ്ങൾ ഉൾപ്പെടെ, മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നഷ്ടപ്പെടുന്നത്, മണ്ണിലെ ആവശ്യമായ മൂലകങ്ങൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെ ദീർഘകാലത്തേക്കുള്ള ദൂഷ്യഫലങ്ങൾ കൂടി മണ്ണിലുണ്ടാവുകയാണ്. വളരെ ഗൗരവതരമായ, വളരെ വലിയ മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു പോളിസി ചേഞ്ച്, സമഗ്രമായ ഒരു കാർഷിക നയം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ടതാണ്. സർ, ഇത്രയും വലിയ നഷ്ടമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമഗ്രമായ ഒരു പാക്കേജ് വേണ്ടേ? നിങ്ങളുടെ കണക്കനുസരിച്ച് തന്നെ വരൾച്ച ഏകദേശം 60,000-ഓളം കർഷകരെ ബാധിച്ചു. അതുപോലെ 50,000-ത്തിലധികം കർഷകരെ മഴ ബാധിച്ചു. ഏലം, നെല്ല്, കുരുമുളക്, വാഴ, റബ്ബർ തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ നാശമുണ്ടായി എന്നെല്ലാം അറിയാം. സാർ, നമുക്കറിയാം നമ്മൾ എന്താണ് ഇതിൻ്റെ പരിഹാരം. നമ്മളെന്താ പരിഹാരം ചെയ്യുന്നത്? സാധാരണ വിള ഇൻഷുറൻസാണ്. വിള ഇൻഷുറൻസ് 50 കോടിയിൽ താഴെയാണ്. അത് തന്നെ 51 കോടി കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ്. സാർ, നമുക്ക് ഇപ്പോൾ ഈ വർഷം വിള ഇൻഷുറൻസിൽ 33.14 കോടി രൂപ വിലയിരുത്തി. എത്രയാണ് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്? 6 ലക്ഷം രൂപ. 6.62 ലക്ഷം രൂപയാണ് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്. സാർ, കുടിശ്ശിക എത്രയാണ്? വിളനാശത്തിൻ്റെ കുടിശ്ശിക 51 കോടി, പ്രകൃതിക്ഷോഭത്തിൻ്റെ കുടിശ്ശിക ഇത് നേരത്തെയുള്ളതാണ് 47. ഇപ്പോഴത്തെ നാശത്തിൻ്റെ അല്ല, നേരത്തെയുള്ള കുടിശ്ശിക. പ്രകൃതിക്ഷോഭത്തിൻ്റെ 47.6 കോടി രൂപ, SDRF വിഹിതം 2.93 കോടി, വിള ഇൻഷുറൻസിൻ്റെ നഷ്ടപരിഹാരം 30 കോടി രൂപ. ഈ വലിയ തോതിലുള്ള
ഇതൊന്നും ഒരു സഹായവും അവരിലേക്ക് എത്താത്ത തരത്തിലേക്ക് ഇത്രയും നാശമുണ്ടായിട്ട് അതിനെ അതിജീവിക്കാൻ, അതിനെ മറികടക്കാൻ സാർ അവരെ ആഗ്രഹിയില്ലേ? അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സാമീപ്യം, ഒരു തലോടൽ, ഒരു സാന്ത്വനം, സ്നേഹത്തോടെ അവരെ ഒന്ന് സഹായിക്കൽ, ഈ ക്രൈസിസ് മറികടക്കാൻ വേണ്ടി അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ സാർ അതുണ്ടായില്ല. നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് എന്ത് പ്രോജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ഇതിൻ്റെ അകത്ത് നഷ്ടപരിഹാരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഈ കൃഷിനാശത്തെ സംബന്ധിച്ച കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് പ്രത്യേകമായ സഹായം ഈ സംസ്ഥാനത്തിന് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടും പറയും. ഞങ്ങളെ MP-മാരെ കൊണ്ടുകൂടി ഞങ്ങൾ പാർലമെന്റിന്റെ രണ്ടാമത്തെ ഇത് തുടങ്ങാണ്. ഞങ്ങൾ അതിശക്തമായി ആവശ്യപ്പെടാം. നമ്മുടെ സംസ്ഥാനത്തിന് ഈ സഹായം വേണം എന്ന് ആവശ്യപ്പെടാം. സാർ, കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു ഒരു താളത്തിൽ പറയുകയാണ് കർഷക ആത്മഹത്യ എന്ന്. സാർ, താളത്തിലാണോ കർഷക ആത്മഹത്യ പറയുന്നത്? ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം. കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ടു, ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ടു. കൃഷിക്ക് വേണ്ടി അവിടെ നിന്നും ഇവിടെ നിന്നും കടം മേടിച്ച് വട്ടിപ്പലിശയ്ക്ക് പണം മേടിച്ച് കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് കൃഷിനാശം ഉണ്ടായാൽ എവിടെ പോകും സാർ? ആത്മഹത്യയിൽ അഭയം തേടുന്ന കർഷകരാണ്. അത് നമ്മളൊരു ട്രെൻഡാക്കാൻ വേണ്ടി പറയുന്നതല്ല. കർഷക ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. നെൽകൃഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. സാർ, നമ്മുടെ സംഭരണ സംവിധാനങ്ങളിലുണ്ടായ പാളിച്ചകൾ, നെല്ല് സംഭരണത്തിനൊക്കെ പണ്ടൊക്കെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്, ശരിയാ. പക്ഷെ 6-7 മാസത്തെ കുടിശ്ശികയാണ് വരുന്നത്. നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് 1000 കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ നിങ്ങളെല്ലാ പ്രോപ്പർ പാർലമെന്റിൽ ഞങ്ങൾ ചോദിപ്പിച്ചാണ് ഞങ്ങളുടെ MP-മാരെ കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള ആ ഓഡിറ്റ് റിപ്പോർട്ടുകൾ തന്നിട്ടില്ല എന്നാണ്. സപ്ലൈകോയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് പാർലമെന്റിൽ തന്ന മറുപടി. ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്, 2 മാസം മുമ്പുള്ള കാര്യമാണ്. 2 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭയിൽ ഇത് പറഞ്ഞത് കൊണ്ട് നമ്മുടെ MP-മാരെ കൊണ്ട് പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ കിട്ടിയത് നിങ്ങളുടെ ആ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടില്ലെന്ന്. ഇപ്പോൾ പൂർത്തിയാക്കി കാണുമായിരിക്കും. ഞാൻ പറയുന്നില്ല, നേരത്തെ പൂർത്തിയാക്കിയിട്ടില്ല. അത് വാങ്ങിക്കണം. നമുക്ക് ഇനി 441 കോടി രൂപ നൽകാൻ ബാക്കിയുണ്ട്. ഇനി ബോർഡർ കാര്യം അറിയേണ്ടത്, അങ്ങോട്ട് അറിയണം. കിലോയ്ക്ക് 20 രൂപ 40 പൈസയായിരുന്നു കേന്ദ്രം തരുന്നത് സംഭരണ അറിയണം. സംഭരണ വില 20 രൂപ 40 പൈസയായിരുന്നു സംഭരണ വില. കേന്ദ്രം 1 രൂപ 43 പൈസ കൂട്ടി. അപ്പോൾ കേന്ദ്രത്തിന്റെ 20-40 സംസ്ഥാനം തരുന്ന 7-80 കൂടി ഒരു തുകയാവുമല്ലോ. ഇവരെന്ത് ചെയ്യുന്നറിയോ? 1 രൂപ 43 പൈസ കേന്ദ്രം കൂട്ടിയപ്പോൾ സംസ്ഥാനം കൊടുക്കുന്ന 7 രൂപ 80 പൈസയിൽ നിന്ന് ആ 1.43 കുറച്ചു. എന്നിട്ട് കേരളത്തിന്റെ വിഹിതം 7.80 ഉണ്ടായിരുന്നത് 6 രൂപ 37 പൈസയാക്കി. കേന്ദ്രത്തിൽ നിന്ന് കൂട്ടിയ പൈസ സംസ്ഥാന വിഹിതത്തിൽ നിന്ന് കുറച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ചെയ്യാമോ സാർ അങ്ങനെ? ആരോടാണ് ഇത് ചെയ്യുന്നത്? പാവപ്പെട്ട നെൽകർഷകരോടാണ് ഇത് ചെയ്തത്. പാവപ്പെട്ട നെൽകർഷകരോട് ഇനിയും കൂട്ടിയിട്ടുണ്ട്. ദയവ് ചെയ്ത് അതും കൂടി കുറയ്ക്കരുത്. ഇനിയും കേന്ദ്രം കൂട്ടിയിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കരുത് സാർ. ഇതെല്ലാം ഗൗരവതരമായ വിഷയമാണ്. ഇപ്പോൾ അങ്ങ് കുറേ കാര്യങ്ങൾ പറയാം, എല്ലാത്തിനും ഞാൻ പറയാമല്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഒരു തരത്തിലും അദ്ദേഹം പക്ഷേ ഒരു ഗവൺമെൻറ് ഒന്നുമേ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചെയ്ത കാര്യങ്ങൾ പറയേണ്ടതൊരു അനിവാര്യതയാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രണ്ടാമത്തെ കാര്യം, കാലാവസ്ഥയുടെ പ്രശ്നത്തെ വളരെ ഗൗരവത്തെ ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ആ വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതാണ്ട് 2375 കോടി രൂപയുടെ പദ്ധതി. അപ്പോൾ നമുക്കൊരു നയമില്ല, പദ്ധതിയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. 3, കാർഷിക മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് തിട്ടപ്പെടുത്തുകയും കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ച് 2-ാം തീയതി മാറിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ അത് എല്ലാ MP-മാരുമായും അങ്ങ് മുൻകൈയെടുത്ത് അങ്ങയുടെ മുന്നണിയുടെ പറയുക 15-ാം തീയതി മുഖ്യമന്ത്രി, ഞാൻ ഒറ്റ കാര്യങ്ങൾ പറയാം, 15-ാം തീയതി മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ കാര്യം വളരെ ഗൗരവതരമായി തന്നെയാണ് കണക്കാക്കുന്നത്. നെല്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളത്തിൽ 28 രൂപ 20 പൈസ ആക്കുന്നതിന് വേണ്ടി കൊടുത്ത സഹായമാണ്. കൂടുതൽ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്നാൽ നമ്മുടെ സാമ്പത്തികം വെച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അതിനകത്ത് ആവശ്യമായ ഇടപെടൽ, ഈ വർധന അനുസരിച്ച് ആവശ്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും എന്ന് ഈ സഭയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യു ആർ ടോട്ടലി ഡിലൈഡ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലുണ്ടായ ഉഷ്ണതരംഗവും
മെയ് ലാസ്റ്റ് മുതലുണ്ടായ അതിതീവ്ര മഴയുമാണ് കഴിഞ്ഞ 5 മാസക്കാലമായി കേരളത്തിലെ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. നിങ്ങൾ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ചെയ്യാവുന്ന എല്ലാ കാര്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കും. സാർ, ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ വരെ, കൂട്ടിക്കിട്ടിയ പൈസ വരെ കേരളത്തിൻ്റെ ഷെയറിൽ നിന്ന് കുറയ്ക്കുന്നത് എന്തും മര്യാദയാണ് സാർ. സാർ, പിന്നെ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുക്കും. എന്തിനാ പാഡി റെസീറ്റ് ഷീറ്റ്? സർക്കാർ കൊടുക്കാൻ വൈകും നെല്ല് സംഭരണത്തിൻ്റെ തുക. അപ്പോൾ സർക്കാർ ബാങ്കുകളുമായി ധാരണയുണ്ടാക്കി പാഡി റെസീറ്റ് ഷീറ്റ് കർഷകൻ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്താൽ ബാങ്ക് അത് അഡ്വാൻസ് ചെയ്ത് കൊടുക്കും. നല്ല സ്കീമാണ്, നമ്മുടെ കാലത്ത് കൊണ്ടുവന്ന സ്കീമാണ്, നന്നായി നടക്കുകയായിരുന്നു. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? ഈ ബാങ്കിന് പൈസ സർക്കാർ കൊടുക്കൂല. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബാങ്ക് ഇത് NP ആയിട്ട് ഡിക്ലെയർ ചെയ്യും, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ബാങ്ക് ഡിക്ലെയർ ചെയ്യും. ബാങ്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ PRS ഇത് കൊടുത്ത് സർക്കാരിന് വേണ്ടി പണം, സർക്കാർ കൊടുക്കേണ്ട പണം സർക്കാർ ഉണ്ടാക്കിയ ധാരണയുടെ പുറത്ത് ഈ കർഷകൻ മേടിക്കുമ്പോൾ ഈ കർഷകന്റെ സിബിൽ സ്കോർ താഴോട്ട് പോവാം. കർഷകന്റെ സിബിൽ സ്കോർ താഴോട്ട് പോവാണ്. നിങ്ങളുടെ സിബിൽ സ്കോറാണ് താഴോട്ട് പോകുന്നത്. നിങ്ങളുടെ സിബിൽ സ്കോർ എപ്പോഴേ താഴോട്ട് പോയി കിടക്കുക. ആ സർക്കാരിന്റെ സിബിൽ സ്കോർ താഴോട്ട് പോകുന്നതിന് പകരം പാവപ്പെട്ട കർഷകന്റെ സിബിൽ സ്കോർ പോയനല്ലേ കുട്ടനാട്ടിലെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത്. അവൻ വേറെ ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാണ് നിന്റെ സിബിൽ സ്കോർ താഴോട്ട് പോയി. എന്താണ്? പ്ലീസ് ഈ സംഭരണത്തിന്റെ ഭാഗമായിട്ടാണ് സാർ. പാവപ്പെട്ടവനെ പാടത്ത് അധ്വാനിച്ച് ചോര വിയർപ്പാക്കി അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ നെല്ല് സർക്കാർ സംഭരിച്ചിട്ടാണ്. അതിന്റെ പണം കൊടുക്കാതെയാണ് അവന്റെ അധ്വാനത്തിന്റെ ഫലം. ആ പണം കൊടുക്കാതെ താമസം വരുത്തുമ്പോൾ ബാങ്ക് കർഷകനോട് ചെയ്യുന്ന ചെയ്ത്താണിത്. ബാങ്ക് കർഷകനോട് അവന്റെ സിബിൽ സ്കോർ പോയി, അവൻ ഒരു ലോണും ഒരു ബാങ്കിൽ നിന്നും കിട്ടാത്ത തരത്തിലേക്ക് പോവുകയാണ്. സർ, നാളികേരത്തിന്റെ കഴിഞ്ഞ ദിവസവും ചോദ്യത്തിന്റെ ഉത്തരമായി മന്ത്രി പറഞ്ഞു ഏത് MLA വന്നാലും തുടങ്ങി ഇത് ഉന്നയിച്ച MLA അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ 6 മാസമായി ഏത് MLA എഴുതി തന്നാലും അവിടെ നാളികേര സംഭരണത്തിനുള്ള സംവിധാനം തുടങ്ങാം എന്നീ സഭയിൽ അങ്ങ് നൽകിയ അഷുറൻസാണ്. അതിന്റെ ഭാഗമായി കുറുക്കോളും മൈദീൻ പിറ്റേ ദിവസം MLA എഴുതി കൊടുത്തു. അല്ലല്ല 6 മാസമായി ഇതുവരെ എന്തായാലും അവിടെ തുടങ്ങിയിട്ടില്ല. അതങ്ങ് പരിശോധിച്ചാൽ മതി സാർ. അതുകൊണ്ട് ഈ സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും ഈ 1000 കോടി രൂപയുടെ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല. സമഗ്രമായ ഒരു നഷ്ടപരിഹാര പാക്കേജ് ഇല്ല, സമഗ്രമായ ഒരു കാർഷിക നയമില്ല സാർ. ഇത് സംഭവിക്കാൻ പോകുന്നത് അടുത്ത വർഷം ഇത് സംഭവിക്കാൻ പോവാ. അടുത്ത വർഷം ഇത് സംഭവിക്കും. അവസാനം കർഷകർ മുഴുവൻ കാർഷിക വൃത്തിയിൽ നിന്ന് പിൻവാങ്ങുന്ന അതിദാരുണമായ സ്ഥിതിയിലേക്ക് കേരളം പോകും സാർ. അപകടകരമായ ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ഉള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാതെ നിസ്സംഗരായി നിൽക്കുന്ന കർഷകരോടുള്ള അവഗണന മാത്രം കൈമുതലായുള്ള ഈ സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. ഗൗരവമായ പ്രശ്നങ്ങളാണ് സർ, ജനകീയ പ്രശ്നങ്ങളാണ് ഏതാനും ദിവസങ്ങളായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊണ്ടുവന്ന കുടിവെള്ള പ്രശ്നം പോലെ തന്നെ പ്രാഥമികമായി കേരളത്തിൽ ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്ത ആളുകൾ പൊതുവെ തിരഞ്ഞെടുക്കുന്ന അവർക്ക് ആശ്രയിക്കാവുന്ന ഏക മാർഗമാണ് കൃഷി. വളരെ ചെറിയ വരുമാനം ആളുകൾ ഉണ്ടാക്കി അങ്ങനെ ജീവിച്ചു പോകുന്ന ഈ രംഗം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കുറുക്കോളി അവതരിപ്പിച്ച രീതി നോക്കണം സർ. ഒരു കാർഷിക പ്രശ്നങ്ങളല്ലാതെ ഒന്നും ശ്രീ കുറുക്കോളി പറഞ്ഞിട്ടേ ഇല്ല. ഹൃദയത്തിൽ തട്ടിയാണ് ആ മെമ്പർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ചെറുകിട കർഷകർക്ക് രക്ഷയില്ല, ഇടത്തരക്കാർക്ക് രക്ഷയില്ല, തോട്ടം അതുപോലെയുള്ള അല്പം വലിയ കൃഷി ചെയ്തിരുന്ന ആളുകൾക്കൊന്നും ഇപ്പോൾ മുതലാകുന്നില്ല സർ. അല്ലെങ്കിൽ തന്നെ കൃഷിക്ക് നിരവധി പുതിയ പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉള്ള ഈ അവസ്ഥയിൽ കേരളത്തിൽ കൃഷി സത്യത്തിൽ അന്യം നിന്നുകൊണ്ട് പോവുകയാണ്. കുറച്ച് കാലത്തിനുള്ളിൽ കേരളം പൊതുവെ ഒരു നഗരവൽക്കൃത ഒരു സിറ്റി സ്റ്റേറ്റ് ആയി മാറും എന്നാണ് തോന്നുന്നത്.
കൃഷി തന്നെ ഇവിടെ പണ്ട് കൃഷി ഉണ്ടായിരുന്നു, കൃഷിയൊക്കെ ഇവിടെ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട സ്ഥിതിയിലേക്കാണ്. അല്പം കൃഷിയിടങ്ങൾ വയലുകളുള്ള വലിയ റോഡൊന്നും വേണ്ടെന്ന് പറയല്ല, കീറി മുറിച്ച് പോവുകയാണ് റോഡുകളൊക്കെ. വയലുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വലിയ റോഡുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓരത്തൊക്കെ ഇപ്പോൾ വരൽ തുടങ്ങും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. എവിടെ കൃഷി? അപ്പോൾ കൃഷി കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു എന്ന് സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സിറ്റി സ്റ്റേറ്റായി മാറുന്ന ഏതാനും ദശകങ്ങൾക്കുള്ളിൽ മാറുന്ന ലക്ഷ്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഉള്ള കൃഷി മുതലാവാതിരുന്നാൽ ആളുകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോവാതിരിക്കുമോ? ഏത് കൃഷിയാണ് ചെയ്തിട്ടിപ്പോൾ മുതലാവുക? നമ്മൾ വലിയ ആഗോള കാര്യങ്ങളും തത്വങ്ങളും ഒന്നും പറയണ്ട, വല്ല കൃഷിയും ചെയ്തിട്ട് മുതലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സഹായം എന്ന് പറയുന്നത് അർത്ഥവത്താവണം. കുറേ പദ്ധതികൾ ഇങ്ങനെ പറയാം, അതിലൊന്നും ഒരു ബഡ്ജറ്റിൽ യഥാർത്ഥത്തിലൊന്നും ഉണ്ടാവില്ല. എന്നൊരു പേരിന് സഹായം കൊടുക്കുക, കുറേ സംഭരണങ്ങൾ പറയാം, സമയത്തിനൊന്നും നടക്കില്ല, ഒക്കെ കുടിശ്ശികയായി പോകും. സർ, ഈ രീതി ഒന്ന് മാറ്റി സർ, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തമിഴ്നാടിനൊക്കെ കണ്ടു പഠിക്കണം നമ്മൾ. അവിടെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഓൺ ദി സ്പോട്ട് അറ്റൻഡ് ചെയ്യുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖല അവിടെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അവിടെ കൃഷിക്കാർക്ക് ഇറിഗേഷൻ മഴ വളരെ കുറവാണ്. പക്ഷേ ഉള്ള മഴവെള്ളം ശേഖരിച്ച് കൃഷിക്കാർക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ തമിഴ്നാടിൻ്റെ മാതൃക നമ്മൾ പരിശോധിക്കണം. അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് മൊത്തം ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടി അത് വിൽക്കാനൊക്കെ ഗവൺമെൻറ് ചെയ്യുന്ന സഹായം അത് നമ്മൾ പോയി പരിശോധിക്കണം. അപ്പോൾ നമ്മുടെ വലിയ മാതൃകയാണ് സാർ. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ, വെള്ളത്തിൻ്റെ വിഷയം വരുമ്പോൾ അവരിത്ര ഗൗരവത്തിൽ അതിന് പ്രയോറിറ്റി കൊടുത്ത് വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കുന്നത്. അതുകൊണ്ടാണ് കൃഷിക്കാർക്ക് വെള്ളം കൊടുക്കൽ. അവർ വലിയ വെള്ളമില്ല അവിടെ, കാവേരി മറ്റ് നദികൾ വറ്റിയാൽ പ്രശ്നമായി. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ഏരിയയാണ് കൃഷി. അർത്ഥവത്തായ സഹായങ്ങൾ കൊടുക്കുന്നു, അർത്ഥവത്തായ രീതിയിൽ അത് അറ്റൻഡ് ചെയ്തു. കൃഷിക്കാർ പൊതുവേ അവർക്ക് മുതലാകുന്നൊരു വരുമാനം ഉണ്ടാക്കാൻ അവിടെ കഴിയുന്നു. ഇവിടെ പറ്റുന്നതില്ലേ, ഇവിടെ നമ്മൾ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിയാമെന്നല്ലാതെ ഇന്നിപ്പോൾ ആരും ഇപ്പോൾ തേങ്ങ പറിക്കുന്നതിനെക്കുറിച്ച് ആരും ഗൗരവത്തിലെടുക്കാറില്ല. റബ്ബർ പോയിക്കൊണ്ടിരിക്കുകയാണ്. വയലുകളുടെ കാര്യം പറയണ്ട. ഇപ്പോൾ ഇവിടെ വലിയ വലിയ റോഡ് കൂടി വന്നാൽ വയലിൽ എന്ന് പറഞ്ഞാൽ സാധനം ചെയ്യുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സാർ, കേരളത്തിൽ ഇവിടെ പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥിതി വരും. ഒരു വലിയ സിറ്റി സ്റ്റേറ്റായി മാറും. അതുകൊണ്ട് കൃഷിമന്ത്രിയും കാർഷിക മേഖലയും അല്പം കൂടി കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ ശാസ്ത്രീയമായി ഒന്ന് പരിഷ്കരിച്ച് നല്ലൊരു സമീപനം എടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കേണ്ടതുണ്ട്. അതിന് ഗവൺമെൻറ് തയ്യാറാത്ത സാഹചര്യത്തിൽ ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയെ പറഞ്ഞു. സാർ, കേരളത്തിലെ കർഷക ജനത ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണന കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നങ്ങളുടെ ഗുരുതരാവസ്ഥയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രീ കുർക്കോളി മൊയ്തീൻ ഉൾപ്പെടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ശ്രീ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ പറയുകയുണ്ടായി. സാർ, ഇത്തരം ഗൗരവതരമായൊരു വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി ഏതെന്നുള്ളതാണല്ലോ പ്രശ്നം. ഇതുപോലെ കേന്ദ്രത്തിൻ്റെ അവഗണന, കാലാവസ്ഥാ വ്യതിയാനം, കേരളത്തിലെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിൽ ഗവൺമെൻറ് കാർഷിക മേഖലയുടെ ഈ പ്രശ്നങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? സഭാ നടപടികൾ നിർത്തി ചർച്ചയ്ക്ക് വേണ്ടി സഭാ നടപടി നിർത്തിവെക്കണം എന്ന് പറയുന്നത് ഇത്രയും ഗുരുതരമായൊരു വിഷയത്തിൽ സർക്കാർ അതിന് തയ്യാറാകേണ്ടതായിരുന്നു. കാരണം കാർഷിക മേഖലയോട് ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. സാർ, ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് നിർത്താം. സാർ, ഇവിടെ നെല്ലിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു കുടിശ്ശിക തീർത്തെന്ന്. നമ്മുടെ കുട്ടനാട്, അപ്പുറ കുട്ടനാട് മേഖലയിൽ ഇപ്പോഴും നെൽകർഷകൻ്റെ കുടിശ്ശിക കൊടുത്തിട്ടില്ല. പണം കൊടുക്കാൻ കിടക്കുകയാണ്. സാർ, കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ കിടക്കുകയാണ്. വിഷമിക്കുകയാണല്ലോ, അടുത്ത കൃഷി ഇറക്കേണ്ട സമയമായി. സാർ, റബ്ബറിൻ്റെ കാര്യം നോക്കുക. റബ്ബറിൻ്റെ കാര്യത്തിൽ ഇന്ന് മാർക്കറ്റിൽ 206 രൂപയുണ്ട്. റബ്ബർ വിലസ്ഥിരത പണ്ട് സർക്കാർ പറഞ്ഞാൽ 160 പ്രഖ്യാപനം 170. സർക്കാരിന് 1 രൂപയും കൊടുക്കണ്ടല്ലോ, ഒറ്റ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. 206 കൃഷിക്കാരന് കിട്ടുന്നുണ്ട്. സത്യത്തിൽ LDF സർക്കാർ പറഞ്ഞ 250 രൂപ റബ്ബർ വിലസ്ഥിരത ഫണ്ടിന് കൊടുക്കേണ്ട സമയമാണ്. റബ്ബർ കൃഷി സംരക്ഷിക്കാനാണെങ്കിൽ അത് ചെയ്യുന്നില്ല. സാർ, ഇത് കൃഷിനാശത്തിന്റെ കാര്യം, ഒറ്റ മിനിറ്റിൽ അവസാനിപ്പിക്കാം. കൃഷിനാശത്തിന്റെ കാര്യം, കൃഷിനാശത്തിന്റെ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. സാർ, ഇതൊക്കെ കൊടുക്കണ്ടേ?
ഇതൊക്കെ കൊടുക്കാനുള്ളൊരു നടപടിയിലേക്ക് ഗവൺമെൻറ് വരണം. ഇത് രാഷ്ട്രീയത്തിന് അതീതമായ വിഷയമാണ്. കാർഷിക മേഖലയിൽ കൃഷിക്കാർ അനുഭവിക്കുന്ന കടുത്ത പ്രതിസന്ധിയുടെ മുൻപിൽ സർക്കാർ ഈ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഗവൺമെൻറ് എത്രയും വേഗം ഈ പണം കൊടുക്കാൻ തയ്യാറാകണം എന്നും കൂടി ആവശ്യപ്പെടുന്നു. ചർച്ചയ്ക്ക് തയ്യാറാകാതെ സഭാ നടപടികൾ നിർത്തിവെക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ട് ചെയ്യുന്നു. സാറ്, ഈ നാളികേര സംഭരണത്തെ സംബന്ധിച്ചും പച്ചക്കറി സംഭരണം താളം തെറ്റുന്നതും നെൽകർഷകരുടെ കുടിശ്ശികയെ സംബന്ധിച്ച് പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ് കാലയളവിനെ സംബന്ധിച്ചാണ് സർക്കാരിൻ്റെ വാദം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 8 വർഷമായിട്ട് നിങ്ങൾ അധികാരത്തിലിരിക്കുകയാണെന്ന് നിങ്ങൾ പലപ്പോഴും മറന്നു പോവുകയാണ്. 8 കൊല്ലം കഴിഞ്ഞു നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട്. ഇപ്പോഴും നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് എന്തായാലും യു ഡി എഫിൻ്റെ കാലത്ത് നെല്ല് സംഭരിച്ച വകയിൽ ഇത്രമാത്രം കുടിശ്ശിക മാസങ്ങളിലൊന്നും കുടിശ്ശിക ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായ സന്ദർഭങ്ങൾ ഇടയ്ക്ക് കുടിശ്ശിക വന്നപ്പോഴാണ് PRS അടക്കമുള്ള പുതിയ സ്കീമുകൾ അന്നത്തെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാർ, ഇപ്പോൾ നെല്ല് സംഭരിച്ച സാർ എന്തായാലും ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഡി എഫിൻ്റെ കാലത്ത് സംഭരിച്ച നെല്ലിൻ്റെ വില കിട്ടാത്തതിൻ്റെ പേര് ഒരു കർഷകനും കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? സാർ, ഇവിടെ റബ്ബർ കർഷകർക്ക് 250 രൂപ അടിസ്ഥാന വില നിർണ്ണയിക്കണം എന്നുള്ളത് ഏറ്റവും വേഗതയിൽ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സാർ, ഇവിടെ കൃഷിനാശം മൂലം വലിയ നഷ്ടമുണ്ടാകുമ്പോൾ ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്നത് വേനലിൽ 375 കോടിയുടെയും അതിതീവ്ര മഴയിൽ 150 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ്. സാർ, എന്നാൽ ഏകദേശം 1000 കോടിക്കടുത്തുള്ള നഷ്ടം ഉണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് പ്രത്യേക പാക്കേജ് ഇതിനായിട്ട് തയ്യാറാക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. സാർ, ഇപ്പോൾ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ സംയുക്തമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി മുഖേന, ഒപ്പം തന്നെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമാണ് തുക നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം 50 കോടിയിൽ താഴെ മാത്രം തുകയാണ് ഇതുവഴി ചെലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാർ, ഇതുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സമഗ്രമായൊരു പാക്കേജിലൂടെ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയണം. കാരണം ഇത് പലപ്പോഴും വിളനാശം നമ്മൾ കരുതുന്നതിനേക്കാൾ വർദ്ധിതമായിക്കൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ കൂടാൻ പോവുകയാണ്. അതും കൂടി മുൻകൂട്ടി കണ്ടുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. ഈ വിഷയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുന്നു. ഗുരുതരമായ വിഷയമാണ് സാർ. കർഷകരെ എങ്ങനെയാണ് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും. കാലാവസ്ഥാ വ്യതിയാനവും സർക്കാരിൻ്റെ നടപടികളും എല്ലാം ഈ കർഷകരെയാണ് ദുരിതത്തിലാക്കുന്നത്. അത് നെൽകർഷകരായാലും നാളികേര കർഷകരായാലും ഒക്കെ ഇന്ന് വലിയ പ്രയാസത്തിലും ദുരിതത്തിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാതെ സഭാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.